അഴിമതി എല്ലാ കാലഘട്ടത്തിലും അഴിമതി ഉണ്ടാവും. അത് കോൺഗ്രസ് ഭരിച്ചാലും അഴിമതി ഉണ്ടാവും, CPM ഭരിച്ചാലും അഴിമതി ഉണ്ടാവും. പക്ഷെ അഴിമതി ചെയ്യുന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അകത്താക്കുക എന്നുള്ളതാണ് അതാത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വം. ശബരിമലയിൽ നടന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെ കേരള സംസ്ഥാനത്തെ ഒരുപാട് ആളുകൾ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതിലും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ എസ്പോയർ എന്ന് പറയുന്ന സ്ഥാപനം പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദഗ്ധ പരിശീലനം നൽകി പ്ലേസ്മെന്റ് വാങ്ങി നൽകാം എന്നുള്ള രീതിയിൽ ബില്ലിംഗ് നടത്തി സംസ്ഥാന സർക്കാരിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത് 5 കോടിയോളം രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവരൊക്കെ വെച്ചാൽ വലിയ പകൽമാന്യന്മാരാണ്. ഇത് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഈ ഇറാം ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റില് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥരാണിത്. BJPയുടെ ഒരു വലിയ നേതാവിന് ആണ് ഇവിടെ സംരക്ഷകൻ കേരളത്തില്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പം ED അന്വേഷണം ആരംഭിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും? ED അന്വേഷിക്കുന്ന പ്രശ്നമുള്ളത് കാരണം ഇത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഇവിടെ നിന്നും ഒരാളും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. സംസ്ഥാന സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ പോലും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കത്തില്ല എന്ന്. അഴിമതി എല്ലാ കാലഘട്ടത്തിലും അഴിമതി ഉണ്ടാവും. അത് കോൺഗ്രസ് ഭരിച്ചാലും അഴിമതി ഉണ്ടാവും, CPM ഭരിച്ചാലും അഴിമതി ഉണ്ടാവും. പക്ഷെ അഴിമതി ചെയ്യുന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അകത്താക്കുക എന്നുള്ളതാണ് അതാത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വം. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. സർക്കാർ ഏതെങ്കിലും തരത്തില് ഉള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ടോ? സർക്കാർ വേണ്ട ഏറ്റവും അടുത്ത ആളാണ് ഈ വാസു എന്ന് പറയുന്നത്. വാസുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ തന്നെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇത് അന്വേഷിക്കുന്നത്. ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുന്നു എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ ചില ഇടപെടലുകളൊക്കെ നടത്താമല്ലോ. പക്ഷെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലല്ലോ. എത്ര സുതാര്യമായിട്ടാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. ഇനി ഒരു പക്ഷേ പത്മകുമാറിനെ ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. സർക്കാർ ഇടപെടുന്നില്ലല്ലോ. സർക്കാരോ പാർട്ടി സംവിധാനങ്ങളോ ഇവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ടോ? ഇടപെടുന്നില്ല. പ്രശാന്ത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മന്ത്രിയെ കണ്ടപ്പോഴും എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചുകൊള്ളട്ടെ, പക്ഷെ മനഃപൂർവ്വം ഒരാളെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കത്തില്ല. അതിനർത്ഥം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും അതിലൊരു തരത്തിലുള്ള ഇടപെടലുകളും ആര് നടത്തത്തില്ല? ഈ സർക്കാർ നടത്താൻ വേണ്ടി പോകുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സുതാര്യമായ അന്വേഷണം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അഭിനന്ദിച്ച് പറ്റൂ. കാരണം പ്രതിപക്ഷമൊക്കെ ഇപ്പോൾ കിടന്ന് പറയുന്നുണ്ട് ശബരിമല സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറയട്ടെ, കോൺഗ്രസ്സുകാർക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ഇത് പറയാനുണ്ട്. VS ശിവകുമാർ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ സഹോദരനെതിരായിട്ടുള്ള ആരോപണവും കേസും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുമല്ലേ? പിന്നെ BJPക്കാരുടെ ചരിത്രമൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അമ്പലം കൊള്ളയുടെ കഥ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശബരിമലയിൽ നടന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെ കേരള സംസ്ഥാനത്തെ ഒരുപാട് ആളുകൾ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതിലും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഒരു എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കേരളത്തിൽ പണ്ട് തുടങ്ങി പല ആളുകളും പറയുന്ന കാര്യമാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെയുള്ള സഹായങ്ങൾ ചില ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ തട്ടിയെടുക്കുന്ന പല ആളുകളും ഈ സമൂഹത്തിന്റെ മുമ്പിൽ പകൽമാന്യന്മാർ ചമഞ്ഞു നടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആലോചിച്ച് നോക്കൂ. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേര് എസ്പോയർ എന്നാണ്. ഈ എസ്പോയർ എന്ന് പറയുന്ന സ്ഥാപനം പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദഗ്ധ പരിശീലനം നൽകി പ്ലേസ്മെന്റ് വാങ്ങി നൽകാം എന്നുള്ള രീതിയിൽ ബില്ലിംഗ് നടത്തി സംസ്ഥാന സർക്കാരിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത് 5 കോടിയോളം രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 1-2 കോടിയാണോ? 5 കോടി രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുമെന്നേ? ഈ കേരളത്തിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇവരൊക്കെ വെച്ചാൽ വലിയ പകൽമാന്യന്മാരാണ്. ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആരോപണമല്ല, ഈ ഒരു സത്യം പ്രേക്ഷകരോടായിട്ട് വിളിച്ചു പറയുന്നത്. ഇതിന്റെ ഒരു ഡയറക്ടർ ഉണ്ട്. എസ്പോയർ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇറാം സയന്റിഫിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ കീഴിലാണ്. ഈ ഇറാം സയന്റിഫിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിൽ നിന്ന് 2020 റിസൈൻ ചെയ്തിട്ടുള്ള ഒരു പൗലോസ് തേപ്പാല എന്ന് പറയുന്ന ആള് 2025 ഈ ഇറാം സയന്റിഫിക്കിന്റെ ഡയറക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ്പോയറിന്റെ ട്രേഡ് മാർക്ക് ലൈസൻസ് പുതുക്കിയിട്ടുണ്ട്. ആൾമാറാട്ടമല്ല നടത്തിയേക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട്
നമ്മൾ പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ അവർക്ക് ഉത്തരവില്ല. ഇത് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് പട്ടികജാതി പട്ടിക വികസന ക്ഷേമകാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന് അതിനകത്ത് കൃത്യമായ പങ്കുണ്ടെന്നേ, കൃത്യമായ പങ്ക് അതിനകത്തുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഇതിന്റെ എവിഡൻസുകൾ നമുക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടി പറ്റും. അതായത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, അതായത് ഇപ്പൊ നമ്മൾ ഈ എസ്പയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഫീസ് മേടിക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? ലക്ഷങ്ങളാണ് അവിടെ ഫീസ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ആയിരങ്ങളാണ് അവിടെ ഫീസ് മേടിക്കുന്നത്. പക്ഷേ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാം എന്ന് പറഞ്ഞ് അവരുടെ പേരിൽ സംസ്ഥാന പട്ടികജാതി പട്ടിക വിഭാഗ വകുപ്പിന് ബില്ല് നൽകി ആ ബില്ല് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ടെൻഡർ പോലും ഇവര് നൽകിയിട്ടില്ല. പട്ടികജാതി പട്ടിക ക്ഷേമ വകുപ്പ് എന്താ ചെയ്യേണ്ടത്? സാധാരണ ഒരു ടെൻഡർ ഒക്കെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ടെൻഡർ പോലും വിളിച്ചിട്ടില്ല. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടോ എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല. ഇത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതായത് ശബരിമലയില് ഈ വാസു എന്ന് പറയുന്ന ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള ബൈജു, അയാൾ എന്ത് ചെയ്തോ അവരൊക്കെ എന്തൊക്കെ ചെയ്തോ ആ സമാനമായ രീതിയിലാണ് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതല്ലേ? അപ്പൊ പലരും ചോദിക്കും, ഇതെന്തൊക്കെ നാട്ടിലെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകൾക്കും ഒന്നും ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലേ എന്ന്. ഈ പറഞ്ഞ ഇറാം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ്പയറിന്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ടപ്പെട്ടവനാണ്. ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങൾക്കും വേണ്ടപ്പെട്ടവനാണ്. മാധ്യമങ്ങളൊക്കെ വിലക്കെടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളുടെ കഥകൾ നമ്മൾ വരും ദിവസങ്ങളിൽ പറയാനിരിക്കുന്നേ ഉള്ളൂ. അഴിമതി മാത്രമല്ല, ഈ രാജ്യത്തെ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും തെളിവുകളും ഇദ്ദേഹത്തിനെതിരെയുണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ നടുങ്ങിപ്പോയി. ശരിക്കും അപ്പൊ ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ഇത് സൗജന്യ വിദ്യാഭ്യാസത്തിന് ഉള്ളതാണെന്നൊന്നും ഈ പറഞ്ഞ അവിടുത്തെ വിദ്യാർത്ഥികളുടെ അടുത്തുനിന്ന് ഫീസ് മേടിച്ചിട്ടുണ്ടെന്നേ. ഈ വിദ്യാർത്ഥികളൊക്കെ അവർക്കറിയത്തില്ല. അവരുടെ പേരിൽ അവർ ഫീസ് അടച്ച് അവിടെ പഠിക്കുന്നു. ഈ എസ്പയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഈ എസ്പയർ എന്ന സ്ഥാപനത്തിൽ ഫീസ് അടച്ച് പഠിച്ചതിന് ശേഷം പലയിടത്തും പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ ലക്ഷങ്ങളാണ് ഈ പട്ടികജാതി പട്ടിക വർഗ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർ കൈപ്പറ്റിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരാവകാശ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. ഇവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് തന്നെ കാൽമാറാട്ടം നടത്തി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വകുപ്പിലുള്ള ആളുകളും ഈ പറയുന്ന പോലെ തന്നെ കുറ്റക്കാരായിരിക്കും. ഈ വകുപ്പിന്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന അലി അസ്ഫർ പാഷ IAS, ഇദ്ദേഹമാണ് ഈ അഴിമതി കാണിച്ചിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഇതിന് കൂട്ടുനിന്നിട്ടുള്ളത്. അതായത് ഈ ഇറാം ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റില് ഉണ്ടും ഉറങ്ങിയും കഴിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണിത്. ഈ ഉദ്യോഗസ്ഥർ ഇപ്പൊ എനിക്ക് തോന്നുന്നു എറണാകുളത്തോ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഫിഷ് മാർക്കറ്റോ ഫിഷിന്റെ മീൻ കച്ചവടം ഉണ്ടാക്കി നടത്തുന്നുണ്ട്. ഒരു റിട്ടയർ IAS ഉദ്യോഗസ്ഥനാണ്. ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ ഇതുപോലുള്ള ഒരു ആരോപണം മുൻപോട്ട് വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വർഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പഠിക്കാൻ ശേഷിയില്ലാത്ത എത്രയോ വിദ്യാർത്ഥികളുണ്ടെന്നേ. ആ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നല്ല ഇത്ര ലക്ഷങ്ങൾ ഫീസ് മേടിച്ചതിന് ശേഷം സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടികളുടെ പേരിൽ ഫീസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരമല്ലേ? അതിനുശേഷം ഇവരൊക്കെ വലിയ മാന്യന്മാരാണ്. കാരണം എന്താ, പ്രവാസി സമ്മാനം മേടിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്. അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതിനകത്ത് BJPയുടെ ഒരു വലിയ നേതാവിന് ആണ് ഇവരുടെ സംരക്ഷകൻ കേരളത്തില്. നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് പറയുന്നത് വെച്ചാൽ BJP നേതാവിനോട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹവുമായിട്ടുള്ള ഈ തട്ടിപ്പിനൊക്കെ ഇദ്ദേഹവുമായിട്ട് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ആ പേര് ഞങ്ങൾക്ക് പരസ്യമായിട്ട് വിളിച്ചു പറയേണ്ട അവസ്ഥയുണ്ടാവും. അതിനപ്പുറത്തേക്ക് വേറെ നമുക്ക് പറയാനില്ല. കാരണം കാണിച്ചിരിക്കുന്ന അവസ്ഥ എന്താ അറിയോ, EOE ഇത് ടെൻഡർ വിളിച്ചിട്ടില്ല. EOE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ EOE പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 5 കോടി രൂപ കൊണ്ട് അനുവദിച്ചു കൊടുക്കുകയാണ്. ഈ പ്രൊജക്ട് സാങ്ഷൻ ചെയ്ത് 5 കോടി രൂപ അനുവദിച്ചു കൊടുക്കുവന്നേ. എന്തൊരു വലിയ തട്ടിപ്പാണെന്ന് നോക്കി. നമ്മുടെ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ പലരും ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇയാൾക്കെതിരെ ഒരുപാട് ക്രൈംബ്രാഞ്ച് കേസുകളുണ്ട്. ഇതിനകത്തൊരു ഡയറക്ടറുണ്ട്, പൗലോസ് തേപ്പാല എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്കൊന്ന് ജാക്കോബിൻ സഭയുടെ ഒക്കെ എന്തോ ഷെവിലിയർ പട്ടമൊക്കെ നേടിയേക്കുന്ന ആളാണ്. ഇവിടുത്തെ പല രാഷ്ട്രീയ ഉന്നതരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പല MLA മാരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇതൊക്കെ നമുക്കറിയാം.
ഇതൊക്കെ ഇനി നമ്മൾ പുറത്തേക്ക് വിളിച്ചു പറയേണ്ട അവസ്ഥയാണുള്ളത്. ഏതൊക്കെയാലും പ്രതിപക്ഷം ഈ പ്രശ്നം ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. പ്രതിപക്ഷത്തിന് ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ കൂട്ടുകാരനാണ്. ഭരണപക്ഷത്തെക്കാൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പൗലോസ് തേപ്പാലയും ഈ പറഞ്ഞ ഇറാം ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള സിദ്ദിഖ് അഹമ്മദ് എന്നൊക്കെ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കൂട്ടുകാരാണ്, ഭരണപക്ഷത്തിന്റെ കൂട്ടുകാരാണ്. ഇടപെട്ട് കഴിഞ്ഞാൽ പല വിഗ്രഹങ്ങളും ഉടയുമായിരിക്കും. തീർച്ചയായിട്ടും ഉടയും. നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് പറയാതിരിക്കാൻ വയ്യ. ശബരിമലയിൽ നടന്നത് എന്താണ്? അവിടെ ഉദ്യോഗസ്ഥന്മാരാണ് ശബരിമല കൊള്ളയടിച്ചിരിക്കുന്നത്. ഇവിടെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് അടിച്ചു മാറ്റുമല്ലേ ചെയ്തേക്കുന്നത്. ശബരിമലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു മോഷണമല്ല നടന്നിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരും. ഈ സർക്കാർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ല എങ്കിലും നമ്മളൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ, ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ ഇത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇവരെ പോലെയുള്ള ആളുകളൊന്നും പകൽമാനിന്റെ കുപ്പായമിട്ട് ഇനി ഈ സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. കാരണം എത്രയോ പട്ടികജാതി പട്ടികവർഗ നമ്മൾ അതൊന്നും പറയണ്ട. ഇപ്പൊ സാധാരണക്കാര് ഒരു ലോണിന് അപേക്ഷിച്ചാൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടാവും. തീർച്ചയായിട്ടും പിടിപാടുള്ള ആളുകളായതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും 5 കോടി രൂപ എന്നൊക്കെ പറയുമ്പോ. 5 കോടി എത്ര വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള ഫീസാണ്, എത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫീസാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ 1-2 ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് അതിനൊന്നും ഉത്തരവില്ല. അതുകൊണ്ട് പേടിപ്പിക്കലൊന്നും വേണ്ട. നമ്മൾ ഈ കാര്യം വ്യക്തമായിട്ട് തന്നെ ഗവൺമെന്റിന്റെ അടുക്കൽ തന്നെ എത്തിക്കും. സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് യാതൊരുവിധ അറിവുമില്ല. ഇത് കൃത്യമായിട്ട് ചില പ്രതിപക്ഷ ബന്ധങ്ങളും ചില BJP ബന്ധങ്ങളും വെച്ചിട്ട് പൗലോസ് തേപ്പാല എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതോടൊപ്പം തന്നെ ഇറാം ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള ഒരു സിദ്ദിഖ് അഹമ്മദും കൂടി നടത്തിയിട്ടുള്ള തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനെതിരെ ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഈ നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് നമ്മൾ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിലേക്കും ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്.